നിയമപരമായിട്ട് അദ്ദേഹത്തിന്റെ വൈഫാണ് ഞാൻ ഇപ്പോഴും. അല്ല, അതൊക്കെ ഇങ്ങനെ എടുത്ത് പറയേണ്ടി വരുന്നു. നൻപകളെ, നമ്മുടെ കൊല്ലം സുധിച്ചേട്ടന്റെ വൈഫായിട്ടുള്ള രേണു ചേച്ചി അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം നിരന്തരം ആളുകളുടെ സഹതാപവും അതേപോലെ തന്നെ വിമർശനങ്ങളും കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് രേണു ചേച്ചി. കാരണം ഈ വിമർശനങ്ങൾ കേൾക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റി വിധവയായിട്ടുള്ള ഒരു സ്ത്രീക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ബൗണ്ടറീസ് ഉണ്ട്. ആ ബൗണ്ടറിക്ക് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒരു ശകലം പോലും ഒരാൾക്ക് മാറാൻ പറ്റില്ല. എങ്ങാണ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭർത്താവിനെ മറന്ന സ്ത്രീ അല്ലെങ്കിൽ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ അങ്ങനെ ചെയ്തു, ഇപ്പം അഴിഞ്ഞാടി നടക്കുകയാണ് എന്നുള്ളതിൽ നിരന്തരം ആളുകൾ അതിനെ വേറൊരു യൂണിവേഴ്സിലോട്ട് കൊണ്ടെത്തിക്കും. ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ചേച്ചിയും ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് കൊളാബ് ചെയ്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ കമന്റ് ബോക്സ് ആണ് മക്കളെ നിങ്ങൾ കാണേണ്ടത്. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ അങ്ങോട്ട് പ്ലേ ചെയ്യാം. വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, ഇത് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇവർ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വയറിൽ ഇങ്ങനെ പിടിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ സീൻസോ കാര്യങ്ങളൊക്കെ ഇവർ പ്രൈവറ്റ് ആയിട്ട് ഒരു മനുഷ്യക്കുഞ്ഞും കാണാതെ ഇവർ ഒളിച്ചും പാത്തും പോയിട്ട് ചെയ്തേക്കുന്ന ഒരു പരിപാടിയല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഇതൊരു അവർ ചെയ്തേക്കുന്ന ഒരു അഭിനയമാണ് അല്ലേ? അത് മനസ്സിലാക്കാൻ ഇവിടെയുള്ള പല ആളുകൾക്കും പറ്റുന്നില്ല. കാര്യം ഇത്രയും ക്യാമറമാനും ഇത്രയും ചുറ്റുപാട് ഒരു പബ്ലിക് പ്ലേസിൽ നിന്നിട്ടാണ് അവരെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത് അല്ലേ? ആ ഒരു സാധനത്തിനെ നിങ്ങൾ സുധിച്ചേട്ടൻ ജീവിച്ചിരുന്ന ടൈമിൽ അങ്ങനെ ചെയ്തു, ഇന്ന് അതിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന അങ്ങനത്തെ ഉള്ള കമന്റ്സിന്റെ ഒക്കെ ഒരു ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം മാസീവ് ആയിട്ടുള്ള കുറെ നെഗറ്റീവ് കമന്റ്സ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് കമന്റ്സ് ഇങ്ങോട്ട് വായിക്കാം. ഇത് കണ്ടപ്പോൾ സുധിച്ചേട്ടനെ പാവം, അതൊന്ന് ജീവിച്ചിരുന്ന കാലത്ത് വേറെ ഒരാണിനെ തൊടിക്കാതെ കൊണ്ട് നടന്നതല്ലേ? ചേച്ചി തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, എടോ ആക്ടിങ് വേറെ ലൈഫ് വേറെ, എൻ്റെ സുധിച്ചേട്ടനെ എനിക്കറിയാം. അടുത്തൊരു കമൻറ്റ്, ആക്ടിങ് ആണ് ഓക്കെ, ബട്ട് ഇത് വളരെയധികം മോശമായി. കമൻറ്റ് ബോക്സിൽ കണ്ടു എനിക്കും ഫുഡ് കഴിക്കണമെന്ന്, അതിന് ഇങ്ങനെ ഒരു വീഡിയോ അല്ലാതെ വേറെ എടുക്കാൻ കഴിയില്ലേ രേണു? തന്നെ ഞാനും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയായിരുന്നു, ഇക്കാര്യത്തിൽ അത് ഇല്ലടോ. സുധിച്ചേട്ടൻ പോയിട്ട് ഇങ്ങനെ വേണമായിരുന്നു, മോശം തന്നെയായി. അതേ രേണു ഒരു കാര്യം ചിന്തിക്കുക, ഇപ്പോൾ പ്രോത്സാഹനം നൽകുന്നത് രേണു പിന്നെയും എക്സ്പോസ് ആക്കാൻ വേണ്ടിയാണ്. ലൈക്ക് കമൻറ്റ് തരാൻ ഒരുപാട് പേരുണ്ടാകും, നല്ലത് പറയാൻ ആരും ഉണ്ടാകില്ല. ശരീരം നമ്മുടെയാണ്, ദിസ് ഇസ് നോട്ട് ബാഡ് കമൻറ്റ് എന്ന് ചിന്തിക്കുകയും വേണ്ട. ഇപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. സി, ആ ചേച്ചിക്കാണെങ്കിൽ അഭിനയത്തിലൊരു താല്പര്യം ഉണ്ടെങ്കിൽ അതിലോട്ട് മുന്നോട്ട് വരുന്നതിൽ എന്താണ് പ്രശ്നം? നിങ്ങളിപ്പോഴും ഓക്കെ സുധിച്ചേണ്ട വൈഫായിരുന്നു അതുകൊണ്ട്, അല്ലെങ്കിൽ വൈഫാണ് ഇപ്പം ചേച്ചി മറ്റൊരു കല്യാണം കഴിക്കുന്നില്ല, ഇനി സുധിച്ചേണ്ട വൈഫായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് താല്പര്യം എന്ന് ചേച്ചി തന്നെ മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് പറഞ്ഞു. അതും ചേച്ചിയുടെ ഇഷ്ടമാണ് ഓക്കെ. അപ്പോഴും നിങ്ങളൊരു ബൗണ്ടറിക്കകത്ത് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ വീഡിയോ അഭിനയത്തിലോട്ട് ഇറങ്ങുവാണെങ്കിൽ ഇത്തരം പർട്ടിക്കുലർ സാധനങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് നിങ്ങൾ പറയുമ്പോഴത്തേക്കിന് എത്രയോ വലിയ ആക്ടേഴ്സ്, നമ്മൾ മഹാനടിമാരെന്ന് വിളിക്കുന്ന, അപ്പം അമ്മ എന്ന് വരെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന ഒരുപാട് നടിമാരില്ലേ, അവരൊക്കെ തന്നെ എത്രത്തോളം അല്ലെങ്കിൽ ഇതിലും നിങ്ങൾ പറയുന്നത് പോലെയുള്ള ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ടുള്ള എത്രയോ വേഷങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അവരുടെ അടുത്തൊക്കെ നിങ്ങൾക്ക് റെസ്പെക്ട് തോന്നുകയും സുധിച്ചേട്ടൻ്റെ ഒരു വൈഫ് ആയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സുധിച്ചേട്ടൻ മരണപ്പെട്ടു എന്ന കാരണത്താൽ നിങ്ങൾ ഈ രീതിയിൽ പറയുന്നതും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അടുത്ത ഹാൻസ് വെച്ച പോലെ ചേച്ചിയുടെ റൊമാൻറ്റിക് എക്സ്പ്രഷൻ ബോഡി ഷേമിങ് ചെയ്തേക്കുന്നതാണ്. ഇവനെയൊക്കെ എന്തോന്നറിയാം പറയേണ്ടത്? ഇവനെയൊക്കെ ഒന്നും പറയാനില്ല. ഒരാൾക്ക് കെട്ടിയോനില്ല, നിങ്ങൾക്ക് കെട്ടിയോനുണ്ട്. ഓർക്കുക, കെട്ടിയോൻ മരിച്ചതുകൊണ്ട് ലോട്ടറി അടിച്ചവൾ പൊളിക്കലാണല്ലോ ദാസേട്ടൻ. ദാസേട്ടന് ഒരു വൈഫുണ്ട്, അപ്പം പുള്ളിക്ക് KCBയിലൊക്കെയാണ് ജോലി. അപ്പം പുള്ളിക്ക് ലോട്ടറി അടിച്ചല്ലോ എന്നുള്ള സാധനമാണ് ഇവിടെ പറയുന്നത്. ലോട്ടറി അടിച്ചു എന്നുള്ളത് ഇവൻ്റെ വീട്ടിലുള്ള ഇവൻ്റെ അമ്മേനെയൊക്കെ ആണെങ്കിൽ ഇതുപോലെ വേറെ ആരെങ്കിലും നോക്കുമ്പോഴേക്കും ലോട്ടറി എന്നുള്ളതിലായിരിക്കും ഇവൻ വിചാരിക്കുക അല്ലേ? അത് കഴിഞ്ഞിട്ട് അതിന് തന്നെ ചേച്ചിയാണെങ്കിൽ മറുപടി കൊടുത്തിട്ടുണ്ട്, എടോ ഇറ്റ്സ് ആക്ടിങ്, ക്യാമറ ഫുൾ ക്രൂ അവരുടെ മുന്നിൽ ജോലി ചെയ്യുന്നു, എനിക്കും ആരുമില്ല ചിലവിന് തരാൻ. ഓക്കെ, സോ ഇതല്ല, ഇതിനപ്പുറത്തേക്ക് കേട്ടാലും ഐ ആം നോട്ട് വറി. ഓക്കെ, ഈ കമന്റ് ബോക്സിൽ കിടന്ന് ഈ കുറയ്ക്കുന്ന ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ട്? 1 രൂപയുടെ ഒരു മുട്ടായി എങ്കിലും നിങ്ങൾ ആരെങ്കിലും സഹായം ചെയ്ത് കൊടുത്തിട്ടാണ് നിങ്ങൾ ഈ കമന്റ്സ് ഇടുന്നത്? പലരുടെയും ജീവിതം ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് വീഡിയോസിനകത്ത്. അതായത് നമ്മൾ അനുഭവിക്കാത്ത ജീവിതം എന്ന് പറയുന്നത് നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. അവർ പറയാം ഫുഡ് ഇല്ലാത്തതിൻ്റെ പേരില്ല, ഓക്കെ അവരുടെ വരുമാനം എന്നുള്ള രീതിയിൽ അവർ ചെയ്യുന്നൊരു വേഷമാണ്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ വ്യഭിചരിക്കാനൊന്നും നടന്നേക്കുന്ന സംഭവമൊന്നും അല്ലല്ലോടെ ഇത്. നിങ്ങൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമയ്ക്കകത്ത് മറ്റേ ദിലീപും അവരോട് ചെയ്തപ്പോഴത്തേക്കും നിങ്ങൾ ആഹാ ഇവർ ചെയ്തപ്പം ഓഹോ
നിങ്ങളുടെ മൈൻഡ് സെറ്റ് രണ്ടുപേർക്കും അതാ നിങ്ങളുടെ ആ ഒരു സൊസൈറ്റിയുടെ ആ ഒരു മൈൻഡ് സെറ്റാണ്. ഈ വിധവയായിട്ടുള്ള സ്ത്രീ മറ്റേ പണ്ടത്തെ നമ്മുടെ സതി പോലുള്ള ആചാരങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ആചാരങ്ങൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീ അതിനൊപ്പം എടുത്ത് ചാടണമെന്ന് അന്നത്തെ ആൾക്കാർ ചിന്തിച്ച ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അതേ മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ് ഇത്തരം രീതിയിലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഓക്കെ, ഇനി അടുത്ത വന്നൊരു കമന്റ് ആണ് ഗോകുൽ ഉണ്ണീസ്. ഞാൻ ഇവന്റെ പേരെടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊതുകിനുമില്ലേ, ബാക്കി നിങ്ങൾ വായിച്ചോ. ഇവന്റെ പ്രൊഫൈൽ പിക്ചർ ഞാൻ ഇങ്ങോട്ട് വെക്കാം, ബാക്കിയുള്ള കമന്റ്സ് ഒക്കെ പിന്നെയും ഇമ്പോർട്ടൻ്റ് പറയുന്നത്. ഇത്രയും വൃത്തിയുടെ ഈ പറയാനൊക്കെ കൊണ്ട് എങ്ങനെയാണ് ഇവനെ പറയുന്നത്. ഇവന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോഴത്തേക്കിന് ഇവനൊരു വൈഫുണ്ട്. ഞാൻ ആ ഒരു ലേഡിയുടെ ഫോട്ടോസ് ഒന്നും വെക്കുന്നില്ല, നിങ്ങളൊന്ന് ആലോചിക്കുക. ആ ഒരു വൈഫ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇത്രയും വൃത്തിയുടെ രീതിയിൽ ഒരു കമന്റ് ഇയാൾ വന്നിട്ട് ഒരാളുടെ ഒരു സ്ത്രീയുടെ ഒരു കമന്റ് ബോക്സ് ഒന്ന് ഇടുന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇയാളിൽ നിന്നും വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ വളരെ വൃത്തിയായിട്ട രീതിയിൽ നമുക്ക് ഒരാളുടെ അടുത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വൃത്തിയായിട്ട രീതിയിലുള്ള കാര്യങ്ങൾ ഇയാൾ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. ഓക്കെ, സുതി മാത്രം സ്പർശിച്ച വയർ, ഇനി ഇതേപോലെ ആരൊക്കെ സ്പർശിക്കാൻ പോകുന്നു? എടേ, ഇതൊരു അഭിനയമാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നിങ്ങൾക്കില്ല. ഇതാണ് നിങ്ങളുടെ ചിന്താഗതി, ഇതാണ്. ഒരാൾ ഇങ്ങനെ ഒരു അഭിനയിച്ചു അല്ലെങ്കിൽ ഒന്ന് ക്ലോസ് ആയിട്ട് അഭിനയിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിന് അവർക്കിടയിൽ ഒരു വഴിവിട്ട ബന്ധം എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എത്രയോ ആളുകൾ ക്യാമറയുടെ മുന്നിൽ വരാതെ ഒളിച്ചും പാത്തും ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ അവിഹിത ബന്ധത്തിലും അല്ലെങ്കിൽ മറ്റു പല രീതികളും കാര്യങ്ങളൊക്കെ പോകുന്ന എത്ര ആളുകളുണ്ട്. അതേപോലെ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ തന്നെ. ഇവരതൊന്നും അല്ലല്ലോ ഇവിടെ ചെയ്തേക്കുന്നത്, ഒളിച്ചും പാത്തും ചെയ്തേക്കുന്ന പരിപാടി അല്ലല്ലോ, ഇവർ ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്തേക്കുന്ന ഒരു പരിപാടിയല്ലേ. കഴിഞ്ഞ സുധിയുടെ മകൻ ഇതൊന്നും കാണുന്നില്ലേ? സുധിയുടെ മകൻ തീർച്ചയായിട്ടും കാണുന്നുണ്ടാവും. സോ വാട്ട്, സുധിയുടെ മകൻ ഇല്ലാത്ത പ്രശ്നമാണോ നിനക്കൊക്കെ? പിന്നെ സുധിച്ചേട്ടാ ഇവൾ ചെയ്യുന്നത് എന്താണെന്ന് ഇവൾ അറിയുന്നില്ല. തീർച്ചയായിട്ടും ചേച്ചി അറിയുന്നുണ്ട്. കാര്യം സുധിച്ചേട്ടൻ ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ എനിക്കങ്ങനെ ഈ പറയുന്ന വലിയ വിശ്വാസങ്ങൾ കാര്യങ്ങളോ ഇല്ലാത്ത വ്യക്തി. എന്നിരുന്നാലും അങ്ങനെ ഇപ്പോൾ സുധിച്ചേട്ടൻ ഈ ഒരു കാര്യം കാണുന്നുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. തീർച്ചയായിട്ടും സുധിച്ചേട്ടൻ ഒരു റിഗ്രറ്റ് തോന്നേണ്ട ആവശ്യമില്ല. ആ മക്കളെ നോക്കുക, അല്ലെങ്കിൽ ആ ചേച്ചിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോഴത്തേക്കിന് ഈ പറയുന്ന നിങ്ങൾ ആരെങ്കിലും അരിക്കുള്ള വക ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? പിന്നെ സുധിച്ചേട്ടൻ ജീവനെ പോലെ കരുതുന്ന ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ ഇലയില കളിച്ച് അർമാദിക്കുന്നു. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. കൊള്ളാം, എന്തായാലും ഇനിയും ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. പറയാതെ വയ്യ, SMAയിൽ പടം നായികയ്ക്ക് ഇതിലും അന്തസ്സുണ്ട്. സൂപ്പറായിട്ടുണ്ട്. അതിൻ്റെ ഒരു കുറവൂടെ ഉള്ളായിരുന്നു. നിനക്കൊക്കെ ഈ SMAയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിനക്ക് ബാക്കിയുള്ള സ്ത്രീകളെ കാണുമ്പോൾ നിനക്ക് അതേപോലെ തോന്നുള്ളൂ. കാര്യം നീ അതുമായിട്ടാണല്ലോ കമ്പയർ ചെയ്യുന്നത്. അപ്പോഴും നിങ്ങൾ ആ ഒരു സിനിമ ദിലീപും ആ ഒരു ആക്ട്രസും കൂടെ ചെയ്തപ്പോഴത്തേക്കിനെ നിങ്ങൾക്ക് ഈ സാധനം തോന്നിയില്ല. ഇന്ന് ഇങ്ങനൊരു നടി അല്ലെങ്കിൽ ഇങ്ങനൊരു ചേച്ചി അങ്ങനെ ചെയ്തപ്പോഴത്തേക്കിനെ നിനക്ക് അതുമായിട്ട് കമ്പയർ ചെയ്യാനാണ് തോന്നിയത്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ചേച്ചി ആണെങ്കിൽ ഒരു കുറച്ച് ദിവസം 2 ദിവസം മുന്നേ കൊടുത്ത ഒരു ഇന്റർവ്യൂലെ കുറച്ച് ബൈറ്റ് കൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ പാർട്ണർ പോകരുത്, ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥയാണ് അവസ്ഥ. തീർച്ചയായിട്ടും ആ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ഈ കമന്റ് ബോക്സിനകത്തോടെ കാണുന്നത്. പല സ്ത്രീകളും ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീകൾക്കാണെങ്കിൽ ഒറ്റയ്ക്കല്ലേ ഇനിയിപ്പോൾ എങ്ങനെ ജീവിതത്തിലെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന ചോദ്യങ്ങൾ കൂടി വന്നിട്ട് കഴുകൻ കണ്ണുകളോടെ വരുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെയൊക്കെ സഹിച്ച് പിന്നെ ഇതുപോലത്തെ കുറെ അപരാധങ്ങളും കേൾക്കേണ്ടതായിട്ട് വരും. ഒരുങ്ങി നടക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാബു ആയിട്ടുള്ള കാര്യമായിട്ടാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. ഈ ഒരുങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പിച്ചക്കാരിയായിട്ട് പോകണം എവിടെയെങ്കിലും പോകുമ്പോൾ. മറ്റുള്ളവർ ഓടിക്കത്തില്ല കുളിക്കാനും നനയ്ക്കാനും. അതാണ്, വെള്ള സാരി ഉടുത്തിട്ട് വിധവയാണെന്ന് എല്ലാവരെയും കാണിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആ സ്ത്രീ ആണെങ്കിൽ ഒരു ഉത്തമ സ്ത്രീ, കുലസ്ത്രീ. അതാണ് പറയാ ആൾക്കാരുടെ മൈൻഡ് സെറ്റ്. എന്റെ ഇൻസ്റ്റാഗ്രാമിലെ കമന്റ്സ് ആണ്. ഞാൻ യൂട്യൂബിലെ മറ്റ് ഫേസ്ബുക്കിലെ ഒന്നും ഞാൻ നോക്കത്തില്ല. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ഇട്ടതിന്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ്, സുധിച്ചേട്ടന്റെ പേര് വെച്ചിട്ട് എന്നെ വെച്ചിട്ട് വൃത്തികെട്ട ഒരു വാക്ക് വെച്ചിട്ട് അവൻ സംസാരിച്ചു. തീർച്ചയായിട്ടും അങ്ങനെയുള്ള പുന്നാരമൊക്കെ കാണാൻ നല്ല പണി കൊടുക്കണം. ഓക്കെ, ഇങ്ങനത്തെ കമന്റ്സ് ഇടുന്ന ആൾക്കാരെ തെരഞ്ഞു പിടിച്ചിട്ട് നമുക്ക് നിയമത്തിന്റെ രീതിയിൽ ഏതൊക്കെ രീതിയിൽ പണി കൊടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ കൊടുക്കാൻ വേണം. കാര്യം ഇത്രയും വൾഗറായിട്ട് ഇടുന്ന, നിങ്ങൾ ആലോചിക്കും, ഇത്തരം കമന്റ്സ് ഇടുന്ന ആൾക്കാർ അവരുടെ വീട്ടിലുള്ള ആളുകൾ, അവരുടെ അമ്മയോ അച്ഛനൊക്കെ അല്ലെങ്കിൽ ഭാര്യ മക്കൾ ഇവരാരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ, ഇത്രയും വൾഗറായിട്ട് നിങ്ങൾക്ക് കമന്റ്സ് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരാരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു വീട്ടിൽ എക്സിസ്റ്റ് ചെയ്യാൻ അനുവാദം ഉള്ള ഒരാളല്ല നിങ്ങൾ. ഓക്കെ, ഇത്രയും വൃത്തിയായിട്ട് ഒരുത്തനെ എങ്ങനെയാണ് ഒരു വീട്ടിൽ വെച്ച് പൊറിപ്പിക്കുന്നത്? ചിന്താഗതിക്കാരാ. നീ വേണേ കെട്ട്, നീ എന്തിനാ ആവശ്യമില്ലാതെ പറയുന്നത്? ചിലവർ പറയും വേണ്ട ഇങ്ങനെ തന്നെ മതി, മോളെ അങ്ങനെയൊന്നും പറയല്ലേ, കെട്ടത്തിലൊന്നും പറയില്ല. ഞാനൊന്നും വേണ്ടി ഇങ്ങോട്ട് പറയാം, ഒരു ചേച്ചിയാണ്, മോളെ സ്നേഹിത ചേച്ചിയാണ്, മോള് ചെറുപ്പമാണ്, നാളെ ഒറ്റപ്പെടും എന്നൊക്കെ പറഞ്ഞു. സുധിച്ചേട്ടന്റെ മക്കളെ കളഞ്ഞിട്ട് വേറെ കെട്ടിപ്പോയില്ലല്ലോ. ഇപ്പോഴും സുധിച്ചേട്ടന്റെ ഭാര്യയായിട്ട് തന്നെ മക്കളുടെ കൂടെ തന്നെയല്ലേ, അമ്മയായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്. പിന്നെ നീ എന്തിനാണ് വിഷമിക്കുന്നത്? നിന്റെ ഇഷ്ടം നീ ചെയ്യുക. അതാണ്. രണ്ടാമത് കെട്ടിക്കാൻ കുറെ ടീംസ് ഉണ്ട്. അതേപോലെ കെട്ടാൻ നിന്ന് കഴിഞ്ഞാൽ കണ്ടോ, സുധിച്ചേട്ടനെ അവൾ മറന്നു, അവൾ അന്ന് അത് എന്ത് പറഞ്ഞു, ഇന്നിപ്പോൾ അവൾ മാറ്റി പറയുന്നത് കണ്ടോ. അങ്ങനെ എന്ത് ചെയ്ത് നമ്മുടെ ഗാന്ധിയെ കൊന്നതിന് രണ്ടഭിപ്രായമുള്ള നാടല്ലേ നമ്മുടെ ഇത്, ആ സിനിമയ്ക്കകത്ത് പറയുന്നത് പോലെ തന്നെ. അതേപോലെ തന്നെ ഈ ചേച്ചി ഇനി എന്ത് ചെയ്താലും തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ഇപ്പം ആ ചേച്ചിക്ക് കുറ്റങ്ങളാണ്. എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ചേച്ചിയുടെ അടുത്തൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ഇങ്ങനെ നിരന്തരം ആൾക്കാർ ഇടുന്നതിന് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവർ അങ്ങനെ അങ്ങോട്ട് അവരാധിച്ചങ്ങ് പോട്ടവരങ്ങ്. കൊല്ലത്ത് നിന്നാണ് പഠിക്കുന്നത്, ഫ്ലവേഴ്സ് ആണ് അവനെ പഠിപ്പിക്കുന്നത്, അഡ്മിഷൻ എടുത്ത് കൊടുത്തത്. VFS ആനിമേഷൻ പഠിക്കുന്നത് കൊല്ലത്ത് അറേന കോളേജ്. അപ്പൊ അതുകൊണ്ടാണ് അവൻ ഇവിടെ ഇല്ലാത്തത്. അതിനും കമന്റ്സ് വരും, അവനെ അടിച്ചിറക്കി. ഇതാ നമ്മൾ ആ ഒരു കമന്റ് വായിച്ചത്, അതായത് മോൻ ഇതൊന്നും കാണുന്നില്ല, സുധിയുടെ മോൻ ഇതൊന്നും കാണുന്നില്ല എന്നുള്ളത്. എടേ, മോൻ ഇല്ലാത്ത പ്രശ്നമാണ് ഇവിടെയുള്ള ആൾക്കാർ. എന്നിട്ട് മോനെ അവിടെ വീഡിയോ ഒക്കെ അല്ലെങ്കിൽ അവിടെ ഒന്നും കാണാത്തതിന്റെ പേരിൽ മോനെ അടിച്ചിറക്കിയെന്ന്. അടുത്ത കഥ. എന്തൊരു വൈകൃതമാണ് ഈ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയുടെ. നിയമപരമായിട്ട് അദ്ദേഹത്തിന്റെ വൈഫാണ് ഞാൻ.
ഇപ്പോഴും. അല്ല അതൊക്കെ ഇങ്ങനെ എടുത്ത് പറയേണ്ടി വരുന്നു. അതെ അതെ അതെ, അത് പറയേണ്ടി വരുന്നു. കാരണം അത് പറയേണ്ട കാര്യം ഇപ്പോഴും സർട്ടിഫിക്കറ്റ്, ഇനി ഞാൻ സർട്ടിഫിക്കറ്റും കാണിക്കണം. ഞങ്ങൾ രണ്ടുപേരും അല്ല, ഞാൻ പറയാം പ്രേക്ഷകർക്ക്, ഇനി അതും ഞാൻ കാണിക്കണം. കുറെ കമന്റ് വരും സർട്ടിഫിക്കറ്റ്. ഭർത്താവ് മരിച്ചൊരു സ്ത്രീക്ക് ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് ഈ രീതിയിൽ, അതായത് നമ്മളിനി സർട്ടിഫിക്കറ്റ് വരെ കാണിക്കേണ്ടതാണ് എന്നൊരു അവസ്ഥ പറയുമ്പോഴത്തേക്കിന് എത്രത്തോളം പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ആ ചേച്ചി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ ഈ പറയുന്നത്, നമ്മൾ ഈ ഒരു സൊസൈറ്റിയുടെ ചട്ടക്കൂടിനകത്ത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വിധവ എന്ന് പറയുമ്പോൾ വെള്ള സാരി ഉടുത്ത് നടക്കുക, മറ്റൊരു പുരുഷനെ അല്ലെങ്കിൽ ഇനിയൊരു വിവാഹം കഴിക്കാതെ നടക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മുഖത്തൊരു ഒരു തുള്ളി പൗഡർ പോലും ഇടാതെ, ഒരു ശകലം പോലും മേക്കപ്പ് ഇടാതെ, മുടി ചീകാതെ, കുളിക്കാതെ നനയ്ക്കാതെ ഒക്കെ നടക്കണം. ഇങ്ങനെയൊക്കെയാണ് പല ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്നൊക്കെ പറയുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ കുറേ കാലങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു സതി എന്ന് പറയുന്ന ആചാരം നിലനിൽക്കാനുള്ള കാരണം. അത് നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ച് നീക്കപ്പെടാനെ കൊണ്ട് ഒരുപാട് താമസം ഉണ്ടായതിൻ്റെ കാര്യം ഇതൊക്കെ തന്നെയാണ്. ഇന്നും അതേപോലുള്ള അതേ മൈൻഡ് സെറ്റുള്ള ആളുകൾ തന്നെയാണ് ഇത്തരം കമന്റ് ബോക്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം നമ്മുടെ കാലഘട്ടം മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും പല ആളുകളുടെ മൈൻഡ് സെറ്റ് ആ ഒരു കാലത്ത് തന്നെ നിൽക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ആളുകൾ, ഇത്തരം കമന്റ്സ് ഇടുന്ന ആൾക്കാർ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇത്തരം കമന്റ്സ് ഇടുന്ന ആളുകളുടെ, അല്ലെങ്കിൽ ഇത്രയും വൾഗർ രീതിയിലിടുന്ന ആൾക്കാരുടെ വീട്ടിലുള്ള ആൾക്കാർ മനസ്സിലാക്കുക, നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നത് വലിയൊരു ക്രിമിനലാണ്. നാളെ നിങ്ങൾക്ക് നേരെ ഇവർ ഈ കമന്റിലൂടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പ്രവർത്തിച്ചെന്നിരിക്കും. ഓക്കെ, കാര്യം ഇത്രയും വൾഗറായിട്ടുള്ള രീതിയിലുള്ള കുറേ സാധനങ്ങൾ. ഇതാണ് ഈ ഒരു ചട്ടക്കൂടിനകത്ത് ഇടേണ്ട ഒരു ആവശ്യം എന്താണ്. ഇത് വർഷം 2025 ആയെന്നും ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം അവരുടെ ഇഷ്ടമാണ്, അവരുടെ ലൈഫിനെ അവരെ ജീവിക്കാൻ വിടൂ. നിങ്ങൾ എന്തിനാണ് ഒരാളുടെ ലൈഫിൽ പിന്നെയും കടന്നു കയറി ചെന്നിട്ട് ഇങ്ങനെ അങ്ങ് ശല്യം ചെയ്യുന്നത്? എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ്.